FCRA ഭേദഗതി ബിൽ പാസ്സാക്കിയില്ല. എന്തുകൊണ്ടാണ് അത് മാറ്റിയത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ കേരളത്തിൽ മോദി വിരുദ്ധരായിട്ടുള്ള ആളുകൾ വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ മോദിയെ വീണ്ടും മുട്ടുകുത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ FCRA ഭേദഗതി ബില്ലിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഡീലിമിറ്റേഷൻ ബില്ലാണ്. അതായത് നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ പുനർനിർണയം നടക്കണം. മാർച്ച് 31 ഇപ്പോഴത്തെ സെൻസസ് കഴിയും. സെൻസസ് കഴിഞ്ഞാൽ ഭരണഘടനയുടെ അനുച്ഛേദം 82 പ്രകാരം നമ്മൾ ജനസംഖ്യാനുപാതികമായി പാർലമെൻറ്റ് സീറ്റുകൾ നിർണ്ണയിക്കണം. കാരണം ഇപ്പോൾ കേരളത്തിൽ 10 ലക്ഷം പേർക്കാണ് ഒരു MP ഉള്ളത്. വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും 30 ലക്ഷം പേർക്കാണ് ഒരു MP ഉള്ളത്. എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലുള്ള ആളുകളുടെ വോട്ടിൻ്റെ വില കുറവാണ് കേരളത്തിലെ ആളുകളുടെ വോട്ടിൻ്റെ വിലയേക്കാൾ. കാരണം അവർക്ക് 30 ലക്ഷത്തിന് ഒരു MP യും നമുക്ക് 10 ലക്ഷത്തിന് ഒരു MP യും ഉണ്ട്. ഭരണഘടന പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരുടെയും വോട്ടിന് ഒരേ വിലയുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നിലവിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനയുടെ 82-ാം അനുച്ഛേദം തന്നെ പറയുന്നത് സെൻസസ് പൂർത്തീകരിച്ചാൽ ഉടൻ പാർലമെൻറ്റ് സീറ്റുകളുടെ എണ്ണം വ്യത്യാസപ്പെടുത്തണം. അപ്പോൾ ജനസംഖ്യ കൂടിയിട്ടുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള ജനസംഖ്യ അല്ല ഇപ്പോൾ. 1971 അവസാനം ഈ പാർലമെൻറ്റ് സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച് അവസാന തീരുമാനമെടുത്തത്. അന്ന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്തൊരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ട് പറഞ്ഞു 25 വർഷത്തേക്ക് മണ്ഡല പുനഃക്രമീകരണം ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ 25 വർഷം 2026 തീരുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മണ്ഡല പുനർനിർണയം നടക്കണം. സെൻസസ് തീർന്നാൽ ഉടൻ അത് നടത്തിയിരിക്കണമെന്ന് ഭരണഘടനയുടെ 82-ാം അനുച്ഛേദത്തിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെ ഫ്രീസ് ചെയ്യണം. അതിനുള്ള ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കാനുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പോൾ FCRAയുടെ കാര്യത്തിൽ ഗവൺമെൻറ് തീരുമാനം മാറ്റി അല്ലെങ്കിൽ JPCക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അതിലും പ്രധാനം മണ്ഡല പുനർനിർണയമാണ്. രാജ്യത്തെ ജനങ്ങളുടെ വോട്ടിന് എല്ലാവർക്കും കാശ്മീരിലുള്ളവരും കേരളത്തിലുള്ളവരും ബീഹാറിലുള്ളവരും ഉത്തർപ്രദേശിലുള്ളവരും വോട്ട് ചെയ്യുമ്പോൾ ഒരേ മൂല്യമുണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. ആ ബില്ല് പാസ്സായില്ല, ആ ബില്ല് അവതരിപ്പിച്ചില്ല. ഈ സമ്മേളനത്തിൽ അതൊക്കെ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ മണ്ഡല പുനർനിർണയത്തിൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയണ്ടേ? ഇപ്പോൾ ഉള്ള സീറ്റുകൾ ഏതാണ്ട് 800ഓളം സീറ്റുകളായിട്ട് കൂട്ടാനുള്ള ബില്ലാണ്. പാർലമെൻറ്റിൽ പുതിയ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 888 കസേരകൾ ഇട്ടിട്ടുണ്ട്. 888 പേർക്ക് ഇരിക്കാം. അത് ഈ മണ്ഡല പുനർനിർണയം വരും എന്ന് കണക്കാക്കിയിട്ട് ബോധപൂർവം മുൻകൂട്ടി ചെയ്തതാണ്. അത് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഭരണഘടനാ ഭേദഗതി വേണം. ഭരണഘടനാ ഭേദഗതിക്ക് പാർലമെൻറ്റിൽ 3/2 ഭൂരിപക്ഷം വേണം. അതിലേക്ക് സർക്കാർ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല. നടക്കാത്തതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് DMK ഉൾപ്പെടെയുള്ള കക്ഷികൾ പിന്തുണ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. DMKയുടെ MP വിൽസൺ ഉൾപ്പെടെയുള്ള MPമാർ നരേന്ദ്രമോദിയെയൊക്കെ കണ്ടിട്ട് അമിത്ഷായൊക്കെ കണ്ടിട്ട് ആവശ്യപ്പെട്ടത് ഞങ്ങൾ DMK എന്ന പാർട്ടി ഈ മണ്ഡല പുനർനിർണയം ഡീലിമിറ്റേഷൻ ബില്ലിനെ പിന്തുണയ്ക്കാം, പക്ഷേ FCRA ബില്ല് അവതരിപ്പിക്കരുത് എന്നൊരു കണ്ടീഷൻ വെച്ചു. അപ്പോൾ ഇതിൻ്റെ ചർച്ചകളാണ് യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ വരാതെ പ്രധാനമന്ത്രിയും അമിത്ഷായൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിലവിലുള്ള സമ്മേളനത്തിൽ ഈ പറഞ്ഞതുപോലെ ഡീലിമിറ്റേഷൻ ബില്ലിന് അനുകൂലമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക്, ആ മാജിക് നമ്പറിലേക്ക് കേന്ദ്ര സർക്കാരിന് ഒരുപക്ഷെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോക്കും, മറ്റ് പല ബില്ലുകളും വളരെ വേഗത്തിൽ മിന്നൽ പോലെ പാസ്സാക്കി. പ്രതിപക്ഷം ബഹളം വെക്കുന്നു, ബില്ല് അവതരിപ്പിക്കുന്നു, ശബ്ദ വോട്ടോടെ പാസ്സാക്കുന്നു. അങ്ങനെ അവതരിപ്പിച്ച് പാസ്സാക്കാമായിരുന്നു. പക്ഷേ അതിന് തയ്യാറാവാതെ ശരിക്കും ജനാധിപത്യപരമായ ഒരു നിലപാട് നരേന്ദ്രമോദി എടുത്തു എന്ന് കരുതണം. നമുക്കറിയാം, ഇപ്പം ജന്തർ മന്ദറിലെ കലാപം, ഈ കലാപത്തെ പോലീസിന് ഇതിലും ഭീകരമായി നേരിടാമായിരുന്നു. പോലീസിനെ ആക്രമിച്ചപ്പോഴാണ് പോലീസ് തിരിച്ചടിച്ചത്. വേണമെങ്കിൽ ഈ സമരം പോലും അനുവദിക്കാതെ സമരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അഭിജിത്ത് ദീപ്കയൊക്കെ അറസ്റ്റ് ചെയ്ത് മാറ്റാമായിരുന്നു. അത് ചെയ്തില്ല. ഇനിയിപ്പോൾ FCRAയുടെ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആദ്യം ചോദിച്ചതുപോലെ FCRA ഭേദഗതി ബില്ല് എന്ത് ചെയ്തു? JPCക്ക് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. JPC എന്ന് പറഞ്ഞാൽ സംയുക്ത പാർലമെൻ്ററി സമിതിയാണ്. അപ്പോൾ നമ്മൾ ഈ ഡീലിമിറ്റേഷൻ എന്നും FCRAയും തമ്മിൽ കാതലായ വ്യത്യാസമുണ്ട്. ഡീലിമിറ്റേഷൻ നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ FCRAയുടെ കാര്യത്തിൽ ഒരുപാട് വിദേശ താല്പര്യങ്ങളുണ്ട്. വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നുണ്ട്. ഒരുപാട് NGOകളെ ബാധിക്കും.
ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്, അന്താരാഷ്ട്ര ബന്ധങ്ങളെ പോലും ബാധിക്കാം. കാരണം അമേരിക്കയിലെ കൗൺസിലർമാരായിട്ടുള്ള ക്രിസ് കൂൺസ്, ലിൻസെ ഗ്രഹാം തുടങ്ങിയവരൊക്കെ അമേരിക്കയിലെ സെനറ്റർമാർ അവർ ഈ ബില്ല് നടപ്പാക്കരുത് ആവശ്യപ്പെട്ടു. എന്തിന്? അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിൽ വന്നപ്പോൾ കൊൽക്കത്തയിൽ ഇറങ്ങി മിഷണറീസ് ഓഫ് ചാരിറ്റീസിൻ്റെ കന്യാസ്ത്രീകളെ കാണാനാണ് പോയത്. ഇതൊക്കെ ചില സന്ദേശമായിരുന്നു. നമ്മൾ തിരിച്ച് മറുപടിയും കൊടുത്തു. അയാൾ വന്നിറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ നമ്മൾ ഏറ്റവും ജൂനിയർ മോസ്റ്റായ ഒരു IAS ഉദ്യോഗസ്ഥനെ വിട്ടത്, IFS ഉദ്യോഗസ്ഥനെയാണ് വിട്ടത്. ഡൽഹി വരേണ്ട ആൾ അവിടെ പോയാൽ താൻ ഇരിക്കേണ്ടടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ എങ്ങനെ മാനിക്കും എന്നുള്ളത് നമ്മളും കാണിച്ചു കൊടുത്തു. പക്ഷേ ഇതിനകത്ത് അമേരിക്കൻ താല്പര്യങ്ങളുണ്ട്. പക്ഷേ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നമ്മൾ വഴങ്ങിയിട്ടുണ്ടോ? ഇല്ല. കാരണം പ്രധാനമന്ത്രി ട്രംപുമായി കാണുന്നതിൻ്റെ തൊട്ടു തലേന്ന് മിക്ക മാർക്ക് എന്ന് പറയുന്ന അമേരിക്കൻ പൗരനെയും തിമോത്തി ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്ന ഇവാഞ്ചലിസ്റ്റ് സഭയുടെ ഇന്ത്യയിലെ തലവനായ ജൊനാഥൻ എസ് രാജൻ ഉൾപ്പെടെ 2 മലയാളികളായ അജിത് വർഗീസ്, മത്തായി വർഗീസ് ചാക്കോ എന്നിവർ ഉൾപ്പെടുന്ന ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പിനെതിരെ UAPA ചുമത്തി. വേണമെങ്കിൽ ട്രംപിനെ കാണാൻ പോകുമ്പോൾ ഇത് ചെയ്യാതിരിക്കാം. പക്ഷേ ട്രംപിനെ കാണാൻ പോകുന്നതിൻ്റെ തലേന്ന് ഇവർക്കെതിരെ UAPA ചുമത്തി. തിമോത്തി ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്ന ആഗോളതലത്തിൽ ക്രൈസ്തവ പ്രചാരണം നടത്തുന്ന സംഘടനയാണ്, മതം മാറ്റത്തിന് ശ്രമിക്കുന്ന സംഘടനയാണ്. വലിയ തോതിൽ ഫണ്ട് ഇതിനായി വിനിയോഗിക്കുന്നവരാണ് ഇവർ. വലിയ തോതിൽ ഏതാണ്ട് 92 കോടി 55 ലക്ഷം കോടി രൂപ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് FCRA മറികടക്കാൻ വേണ്ടി ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പിൻവലിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവർക്കെതിരെ നടപടിയെടുത്തു. അവർക്കെതിരെ UAPA ചുമത്തി. ട്രംപിനെ കാണുന്നതിൻ്റെ തലേന്ന്. എന്താ മെസ്സേജ്? ക്ലിയർ ആണല്ലോ. അതായത് നിങ്ങളുടെ ആളുകൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളെ ലംഘിച്ച് ഇവിടുത്തെ മാവോവാദികളെ ഉൾപ്പെടെ സഹായിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചാൽ അമേരിക്കക്കാരാണ് അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റുകളാണ് എന്നുള്ള പരിഗണന ഒന്നും ഇന്ത്യ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നാണ് ട്രംപിനെ കാണുന്നതിന് മുമ്പ് ഇന്ത്യ കൊടുത്ത സന്ദേശം. ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, JPCക്ക് ഇതിനു മുമ്പ് വിട്ടത് CAA സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട് പാർലമെൻ്ററി സമിതിക്ക് വിട്ടായിരുന്നല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? പാസ്സാക്കിയല്ലോ. ഇതിനേക്കാൾ വലിയ സമരം ഷഹീൻ ബാഗിൽ അടക്കം വലിയ സമരങ്ങൾ നടന്നു. ഈ നാട്ടിൽ എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇസ്ലാമിസ്റ്റുകളും എല്ലാം കൂടി ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മുഴുവൻ പുറത്താക്കാൻ കൊണ്ടുവരുന്ന നിയമമാണെന്നൊക്കെ പറഞ്ഞ് വലിയ കാമ്പയിൻ നടത്തി. പക്ഷേ JPCക്ക് വിട്ടിട്ട് ഒരു സുപ്രഭാതത്തിൽ പുഷ്പം പോലെ അങ്ങ് പാസ്സാക്കിയില്ലേ. ആർട്ടിക്കിൾ 370 ഇന്ത്യൻ ഭരണഘടന ഉണ്ടായ കാലം മുതൽ അതിലുള്ള വ്യവസ്ഥ എടുത്തു കളയാൻ ഭരണഘടന തന്നെ പറയുന്നുണ്ട്. സർക്കാരിന് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് 370 റദ്ദാക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും അതേ തൊടാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. നടപ്പാക്കിയില്ലേ? JPCക്ക് വിട്ടിട്ട് നടപ്പാക്കിയില്ലേ? എന്തിന് വഖഫ് അമെൻഡ്മെൻറ്റ് ബില്ല് ഈ പറഞ്ഞതുപോലെ വഖഫ് നിയമ ഭേദഗതി ബില്ല് ചർച്ചയായി വലിയ കലാപം ബഹളമൊക്കെ ഉണ്ടായി. അവസാനം JPCക്ക് വിട്ടു. ഒരു സുപ്രഭാതത്തിൽ അങ്ങ് പാസ്സായി. ഉറപ്പായിട്ടും പാസ്സാക്കും. സംശയം എന്താ? ഉറപ്പായിട്ടും പാസ്സാക്കും. എന്തുകൊണ്ടാണ് ഈ ബില്ലിനെ ക്രൈസ്തവ സഭകൾ എതിർക്കുന്നത് എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. അപ്പം ഹരീഷ് സാൽവെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അഭിഭാഷകനാണ്. നമ്മൾ കപിൽ സിബലിനെ പോലെ പറയുന്ന പോലെ അല്ല. കപിൽ സിബൽ CAAക്കെതിരെ കോടതിയിൽ പോയി, കേസ് തോറ്റു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെതിരെ കോടതിയിൽ പോയി, കേസ് തോറ്റു. SIRനെതിരെ കോടതിയിൽ പോയി, കേസ് തോറ്റു. ഇന്ത്യയിലെ കൊടികുത്തിയ വക്കീലാണ്. പക്ഷേ അദ്ദേഹം ഈ രാഷ്ട്രീയമായി നരേന്ദ്രമോദി സർക്കാരിനെതിരെ എടുത്ത എല്ലാ കേസുകളും തോറ്റുപോയിട്ടുണ്ട്. ഏത് കേസാണ് കപിൽ സിബൽ ജയിച്ചിട്ടുള്ളത്? കപിൽ സിബൽ എണീറ്റ് നിന്നാൽ 30 ലക്ഷം വാങ്ങുന്ന ആളാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ, ഇതൊക്കെ മാധ്യമങ്ങളിൽ പറയുന്ന വാർത്തകളാണ്. പക്ഷേ അദ്ദേഹം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതിന് ശേഷം നടപ്പാക്കിയ പല നിയമങ്ങളെയും സുപ്രീം കോടതി ചോദ്യം ചെയ്തു. ഏതിൽ ജയിച്ചു? റഫാൽ തോറ്റുപോയി, പെഗാസസ് തോറ്റുപോയി, നേരത്തെ പറഞ്ഞ 370 ഉൾപ്പെടെയുള്ള കേസുകൾ തോറ്റുപോയി. അപ്പോൾ ഈ കപിൽ സിബലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹരീഷ് സാൽവെ വലിയ ബഹളമൊന്നും വെക്കുന്നില്ല. ഹരീഷ് സാൽവെ ഇന്ത്യയുടെ അഭിമാനമായ ഒരു കേസ്, കുൽഭൂഷൺ ജാദവ് പാകിസ്ഥാൻ ജയിലിൽ കിടക്കുന്ന റോയാണെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പിടിച്ചിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ച ജാദവിൻ്റെ കേസ് അന്താരാഷ്ട്ര കോടതിയിൽ പോയി വാദിച്ച് ജയിച്ച ആളാണ്. ഫീസ് എത്രയാണ് വാങ്ങിയെന്നറിയോ? 1 രൂപ. ഒറ്റ രൂപ വാങ്ങിച്ചാണ് ആ കേസ് വാദിച്ചത്. കാരണം എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്, ക്രിസ്ത്യാനിയാണ്. ഹരീഷ് സാൽവെ പറയുന്നു നടപ്പാക്കുക എന്ന് മാത്രമല്ല, ക്രൈസ്തവ സഭ എന്തിനാണ് ഇത്ര ബഹളം വെക്കുന്നത്? ഇന്ത്യയിൽ FCRA വഴി വന്നിട്ടുള്ള വിദേശ ഫണ്ടുകളുടെ 10% മാത്രമേ ക്രൈസ്തവ സഭയ്ക്കുള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ബഹളം വെക്കുന്നത്?
അപ്പോൾ അതിനകത്ത് വേറെ കാര്യമുണ്ട്. ക്രൈസ്തവ സഭയ്ക്ക് 10% ഉള്ളതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അവരുണ്ടാക്കിയിട്ടുള്ള വേറെ പേരിലുള്ള സംഘടനകളുടെ പേരിലായിരിക്കും. NGOകൾ ഒരുപാടുണ്ട്, പലതും സഭ സ്പോൺസേഡ് ചെയ്യുന്ന പ്രോക്സി ആയിരിക്കാം. ഏതായാലും ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചില ബഹളങ്ങൾ പതിവാണ്. കാരണം മതപരിവർത്തന നിയമം കൊണ്ടുവന്നു. മതപരിവർത്തന നിയമം കൊണ്ടുവന്നിട്ട് സിഖുകാരും ബുദ്ധമതക്കാരും മുസ്ലിങ്ങളും ബഹളം വെക്കുന്നില്ല. ബഹളം വെക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, തൃശ്ശൂർ അതിരൂപതാം മെത്രാൻ്റെ ഒരു വീഡിയോ ഷക്കീന TV കൊടുത്തു. അതിൻ്റെ താഴെ ക്രൈസ്തവർ വന്നിട്ട് തെറിയോട് തെറിയാണ്. ഈ ബില്ല് പാസ്സാക്കണം, പാവപ്പെട്ട ക്രിസ്ത്യാനിക്ക് എന്ത് ഗുണമുള്ളത്? അപ്പോൾ വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നു, ആ ഫണ്ട് എത്രയാണെന്ന് ചോദിക്കരുത്, അത് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കരുത്. ഇങ്ങനൊരു വ്യവസ്ഥ ഒരു രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ മാത്രമല്ല, ഇതിനകത്ത് ഈ വഖഫ് ബില്ല് ഭേദഗതി കൊണ്ടുവന്നല്ലോ. അതിനുശേഷം സുപ്രീം കോടതി പോയപ്പോൾ എന്ത് പറ്റി? സുപ്രീം കോടതിയിൽ നടപടിയൊന്നും ഉണ്ടായില്ല. സുപ്രീം കോടതി അത് ശരിവെച്ചു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെതിരെയുള്ള കേസ് സുപ്രീം കോടതി ശരിവെച്ചു. CAA-ക്കെതിരെയുള്ള നിയമം സുപ്രീം കോടതി ശരിവെച്ചു. കാരണം എന്താണെന്നറിയോ? അതിനു മുമ്പിൽ ആ ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് വളരെ കൃത്യമായൊരു പ്രോസസ്സ് നടന്നിട്ടുണ്ട്. എന്ത് പ്രോസസ്സാണ്? JPC എന്ന് പറയുന്ന സംയുക്ത പാർലമെൻ്ററി സമിതി പ്രതിപക്ഷവും ഭരണപക്ഷവും ഉൾപ്പെടെ രൂപീകരിച്ച് അതിൻ്റെ മുന്നിൽ പൊതുജനങ്ങൾക്കുൾപ്പെടെ ആക്ഷേപങ്ങൾ പറയാനുള്ള അവസരം കൊടുത്ത് അത് കേട്ട് അതിൽ തീർപ്പ് കൽപ്പിച്ച് ഒരു പ്രക്രിയയിൽ ഒരു പ്രോസസ്സ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെ കടന്നു വന്നിട്ടാണ് ഈ നിയമങ്ങളെല്ലാം പാസ്സാക്കിയത്. അതുപോലെ FCRA ഭേദഗതി ബില്ല് JPCക്ക് വിട്ട് ക്രൈസ്തവ സഭകളുടെയും വ്യക്തികളുടെയും ഒക്കെ ആക്ഷേപങ്ങളെല്ലാം പരിഗണിച്ച് അവസാനം JPC ശുപാർശ ചെയ്തിട്ട് ബില്ല് പാസ്സാക്കിയാൽ ഈ ഡെമോക്രസിൻ്റെ വാളുപോലെ മുകളിൽ കിടക്കുന്ന സുപ്രീം കോടതിക്ക് പിന്നെ ലിമിറ്റഡ് അധികാരങ്ങളേ ഉള്ളൂ. കാരണം ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പാർലമെൻ്ററി സമിതി പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടെ കേട്ടിട്ടാണ് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് പറയാം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സെറ്റ് ബാക്ക് ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ആതിര രാവിലെ എന്നോട് പറഞ്ഞില്ലേ, ഇത് ദീപിക പത്രം എഴുതിയിട്ടുണ്ട്, ഇത് അങ്ങനൊന്നുമല്ല, ഇത് വരും, ഒരു ദിവസം വരും, ഉറപ്പായിട്ടും വരും. JPC എന്ന് പറയുന്നത് വെറും ഒരു മുഖംമൂടിയാണ്, കേന്ദ്രം ഇത് വിടില്ല. കേന്ദ്രം വിടില്ലല്ലോ, പിന്നെ ഇതും നടപ്പാക്കാനല്ല പിന്നെ നരേന്ദ്രമോദി ഇന്ത്യൻ അധികാരത്തിലിരിക്കുന്നത്. അപ്പൊ ഈ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഡീലിമിറ്റേഷൻ ഇത് ബാധിക്കില്ലേ? JPCക്ക് വിട്ട് ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ ഡീലിമിറ്റേഷനിൽ DMK ആയിട്ട് ചർച്ച നടന്നു എന്ന് പറഞ്ഞില്ലേ, അമിത്ഷയൊക്കെ ആയിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് FCRA ബില്ല് അത് അവതരിപ്പിക്കരുത്, അങ്ങനെ അവതരിപ്പിക്കരുത്, ഞങ്ങൾ കൂടെ നിൽക്കാന്ന്. അപ്പോൾ അതിനെ ഇത് ബാധിക്കത്തില്ലേ? അത് ഡീലിമിറ്റേഷൻ ബില്ല് ഇപ്പോൾ വരുന്നില്ലല്ലോ. അടുത്ത സമ്മേളനത്തിൽ ഇനി വരാൻ പോകുന്നുള്ളൂ, വിൻ്റർ സെഷനിലേ വരാൻ പോകുന്നുള്ളൂ. ഇനി മാത്രമല്ല, ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ഡീലിമിറ്റേഷൻ പാസ്സാക്കിയില്ലെങ്കിൽ ആർട്ടിക്കിൾ 82 പ്രകാരം ഈ സെൻസസ് പൂർത്തിയാവുന്ന അന്ന് ഓട്ടോമാറ്റിക്കലി മണ്ഡലങ്ങൾ ജനസംഖ്യാനുപാതികമായി പുനർനിർണയിച്ചേ പറ്റൂ. അപ്പോൾ ജനസംഖ്യ കുറവുള്ള ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ 71 എന്തിനാണ് ഇത് ഫ്രീസ് ചെയ്തതെന്നറിയോ? കാരണം ജനസംഖ്യ അനുസരിച്ചാണ് പാർലമെൻറ്റിലെ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രാജ്യത്ത് വലിയ തോതിൽ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരാം. സഞ്ജയ് ഗാന്ധിയുടെ നിർബന്ധിത കുടുംബാസൂത്രണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഇത് ഫ്രീസ് ചെയ്തത്. പക്ഷേ എന്തുപറ്റി? ജനസംഖ്യാ നിയന്ത്രണം ഏറ്റവും കൂടുതൽ നടപ്പായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും, ആന്ധ്ര, തമിഴ്നാട്, കർണാടക, കേരളം തുടങ്ങിയിടത്താണ് ജനസംഖ്യ കുറഞ്ഞത്. ബാക്കിയുള്ളിടത്തെല്ലാം ഈ ജനസംഖ്യാ നിയന്ത്രണം കാര്യമായി ബാധിച്ചില്ല. അവിടെ ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ കൂടിയാണ്. കേരളത്തിൽ 4 കോടിയാണെങ്കിൽ ഉത്തർപ്രദേശിൽ 28 കോടിയാണ് ജനസംഖ്യ. പാകിസ്ഥാനേക്കാൾ കൂടുതൽ ജനസംഖ്യ ഉത്തർപ്രദേശിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് സ്വാഭാവികമായും കേരളത്തിൽ 2 കുട്ടികൾ മതി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശുകാരനും 2 മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. പക്ഷേ അവിടെ 28 കോടിയാണ് 2 മക്കൾ മതി എന്ന് പറയുന്നത്. കേരളത്തിൽ 4 കോടിയാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ അവിടെയൊക്കെ ജനസംഖ്യ കൂടി, കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞു. അപ്പോൾ ഇനി എന്താണ്? ആർട്ടിക്കിൾ 82 പ്രകാരം ഇനിയിപ്പോൾ പുതിയ സെൻസസ് അനുസരിച്ച് നോക്കുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കുറഞ്ഞു. അതുകൊണ്ട് ഇത്രയും MP-മാർ കേരളത്തിൽ വേണ്ട എന്ന് വരും. അപ്പോൾ ഇപ്പോൾ നമുക്കുള്ള 20 MP-മാർ എന്നുള്ളത് 12 കുറയും, തമിഴ്നാട്ടിൽ കുറയും, കർണാടകയിൽ കുറയും. അതിനാണ് അമിത്ഷാ കഴിഞ്ഞ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യൂ, എല്ലായിടത്തും നിലവിലുള്ളതിൻ്റെ 50% കൂട്ടിത്തരാം, കേരളത്തിൽ 20 എന്നുള്ളത് 30 ആക്കിത്തരാം എന്ന് പറഞ്ഞു. അന്നും അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ പ്രതിപക്ഷം വെട്ടിലാണ്. ഡീലിമിറ്റേഷനെ സഹായിച്ചില്ലെങ്കിൽ കേരളമടക്കം, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയും അടക്കമാണല്ലോ അല്ലെങ്കിൽ ആന്ധ്രയും ഒക്കെയാണല്ലോ പ്രതിപക്ഷത്തിന് കുറച്ച് സീറ്റുകൾ കിട്ടുന്ന സ്ഥലം പാർലമെൻറ്റിൽ. അവിടെ സീറ്റുകൾ കുറയും. ബീഹാറിലും UP-യിലും ഒക്കെ ജനസംഖ്യ കൂടിയതുകൊണ്ട്
സ്വാഭാവികമായും 5-10 സീറ്റുകൾ കൂടും. അപ്പോഴും നിങ്ങൾ പറയുന്ന പോലെ ബി ജെ പിക്ക് ഗുണം ഉണ്ടാവുക. ബി ജെ പിക്ക് ഗുണം ഉണ്ടാവും. ഡീലിമിറ്റേഷൻ നടപ്പാക്കിയാൽ, സീറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ എന്ന് പറയുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ബംഗാളിൽ കൂടും. ബംഗാളിൽ കൂടിയ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ ബി ജെ പിക്ക് ഗുണം. ബീഹാറിൽ കൂടും, യു പി കൂടും, രാജസ്ഥാനിൽ കൂടും, കേരളത്തിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലുമാണ് കുറയാൻ പോകുന്നത്. അപ്പം പ്രതിപക്ഷം വീട്ടിലാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കി 50% സീറ്റുകൾ കൂട്ടിയിടണം. അല്ലെങ്കിലോ നിലവിലുള്ള സീറ്റുകൾ കുറയുന്ന തരത്തിലേക്ക് കാര്യം മാറും. അതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ എനിക്ക് പറയാനുള്ള ബി ജെ പിയോടും കേന്ദ്ര സർക്കാരിനോടും ഒക്കെ സ്നേഹമുള്ള ആളുകൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഈ കാത് കുത്തിയവൻ പോയാൽ കടുക്കനിട്ടത് വരും. സംഭവിക്കാനിരിക്കുന്നതാണ്, സംഭവിക്കാൻ പോകുന്നത് അതാണ്. നമുക്കിത് കാണാം. ഏതായാലും ചിലപ്പോൾ നമ്മൾ വലിയ ആവേശത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭ വലിയ തോതിൽ നടത്തുന്ന പണമൊഴുക്കി നടത്തുന്ന സംഘടിതമായ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ട് സഹികെട്ട് നിരാശരായ ആളുകളുടെ ഒരു പ്രതികരണമുണ്ട്. FCRA ബില്ല് കൊണ്ടുവരണം. അവർ വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നുണ്ട്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇവാഞ്ചലിസ്റ്റുകളുടെ വലിയ അതിക്രമമാണ്. ഇപ്പോൾ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്, പേര് ഹിന്ദുവിൻ്റെയാണ്, വിശ്വാസം ക്രിസ്ത്യനാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ പോലും ഉണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ വലിയ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ട് പൊറുതിമുട്ടിയ ആളുകളാണ് FCRA ബില്ല് കൊണ്ടുവന്നിട്ട് ഇവന്മാർക്ക് ഈ അൺലിമിറ്റഡായിട്ട് പണം വരുന്നതിന് ഒരു പരിധി വെക്കണം, ഒരു നിയന്ത്രണം വേണം എന്നുള്ളത് സ്വാഭാവികവും ന്യായയുക്തവുമാണ്. കാരണം വിദേശത്തു നിന്ന് പൈസ വരികയാണ്, അത് ഇഷ്ടം പോലെ വരും. എത്ര വന്നു, എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ പ്രവണതയാണോ? ഇത് വളരെ സിമ്പിളാണ്. പൈസ ഇഷ്ടം പോലെ വരും, എത്ര വരും, ആര് തന്നു, എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ആരും ചോദിക്കുന്നത് എന്ന് സഭകൾ പറയുന്നത് ശരിയാണോ? അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ സ്കൂൾ തുടങ്ങാൻ വേണ്ടി പണം വന്നു, ആ പണം കൊണ്ട് നിങ്ങൾ തുടങ്ങുന്ന ബാറാണെങ്കിൽ ആ ബാറ് സർക്കാർ പിടിച്ചെടുക്കും. കാരണം നിങ്ങൾക്ക് പണം തന്നിരിക്കുന്നത് പള്ളിക്കൂടം തുടങ്ങാനാണ്. നിങ്ങൾ കള്ള് ഷാപ്പാണ് തുടങ്ങുന്നതെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അത് അത്തരം പ്രോപ്പർട്ടീസ് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് ഇനി തൊട്ടല്ലേ ഉള്ളൂ, ഇതുവരെ നിയമമില്ല. അത് നിയമത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ വ്യവസ്ഥ. അപ്പം ഞങ്ങൾക്ക് കാശ് ആരെങ്കിലും തരും, ഞങ്ങൾ അതുകൊണ്ട് ഇഷ്ടമുള്ളത് തുടങ്ങും. അങ്ങനെ പറ്റില്ലല്ലോ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ. ഇന്ത്യ പത്തിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് FCRA ബില്ല് വരിക തന്നെ ചെയ്യും. കൃത്യമായി ആതിര പറഞ്ഞതുപോലെ ദീപികയ്ക്ക് വലിയ യാഥാർത്ഥ്യബോധമുണ്ട്, സത്യം അറിയാം. ഇപ്പോൾ JPCക്ക് വിട്ടാലും ഇത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ഉറപ്പായും വരും FCRA. ഈ മതപരിവർത്തന ലോബിക്ക് ഒരു കടിഞ്ഞാണിട്ടേ മതിയാവും. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.